തിരിച്ചറിവുണ്ടാകണം. എത്ര ബറക്കത്തുണ്ടെന്ന് പറഞ്ഞാലും ആത്മീയ ചൂഷണത്തിലേക്ക് അത് കടന്നുപോയാൽ, ഔലിയാക്കൾക്ക് ബറക്കത്തുണ്ട്, അതിന്റെ പേരിൽ ആത്മീയ ചൂഷണം നടത്തുക, അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുക, വർഷത്തിലൊരിക്കൽ ചന്ദനക്കുട മഹോത്സവം എന്നൊരു പേക്കൂത്ത് നടത്തുക, ഇതൊക്കെ കൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്റെ സഹോദരങ്ങളെ, തിരിച്ചറിവുണ്ടാകട്ടെ, ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ തിരിച്ചറിവുണ്ടാകട്ടെ. ഇതാ ഖുർആനിലെ വൃക്ഷങ്ങൾ വഴികാട്ടുകയാണ്. ഖുർആനിലെ വൃക്ഷങ്ങൾ വഴികാട്ടുകയാ. അല്ലാഹുവിന്റെ ഖുർആനിൽ പ്രതിപാദിപ്പിക്കപ്പെട്ട ഒരു വൃക്ഷമുണ്ട് സഹോദരങ്ങളെ. സാധാരണ വൃക്ഷമല്ല. പടച്ചതമ്പുരാൻ പറയുകയാണ്, ആരൊക്കെയാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയിരുന്നു, ആരൊക്കെയാ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് മഹാനായ കാരുണ്യത്തിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുത്തലി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ഈ രാത്രിയുടെ നിശബ്ദത നമുക്ക് പ്രയോജനപ്പെടേണ്ടുന്ന നിമിഷങ്ങളാകണം. തന്റെ സദസ്സുകളിൽ തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് വിശ്വാസികളെ കൊണ്ട് തൊണ്ടപൊട്ടുപാറുച്ചത്തിന് സ്വലാത്ത് ചെന്നിച്ച ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനിയുടെ നാട്ടിൽ നിന്നായി വിനീതൻ ശബ്ദിക്കുന്നത്. അതുകൊണ്ട് സ്വലാത്തിന്റെ കാര്യത്തിന് പിന്നോട്ട് പോകാൻ പാടില്ല. നമ്മുടെ സ്വലാത്ത് കൊണ്ട് ഈ അന്തരീക്ഷം മുഖരിതമാകട്ടെ. നമ്മുടെ സ്വലാത്ത് കൊണ്ട് ആത്മീയ ചൂഷകന്മാരുടെ കോട്ടക്കുത്തലങ്ങൾ പകർന്ന് തരിപ്പണമാകട്ടെ. നമ്മുടെ സ്വലാത്ത് കൊണ്ട് നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ നമുക്ക് പ്രയോജനമുണ്ടാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ തിരുദൂതരായ നബി മുഹമ്മദ് മുസ്തഫ, വിശ്വാസത്തിന്റെ വെല്ലുവിളിച്ചം ഞങ്ങൾക്ക് പകർന്നു തന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ അതേ കഠിനമായി എതിർത്തുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ആരൊക്കെയാ മരച്ചുവട്ടിൽ ഇരുന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തുവോ, ആരൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ചുകൊണ്ട് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊണ്ട് ഉടമ്പടിക്ക് തയ്യാറായോ, അവരെ എല്ലാവരുടെ മേലും അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആനിൽ പ്രതിപാദിപ്പിക്കപ്പെട്ട വൃക്ഷമാ. അതേ പടച്ചവൻ തന്നെ പറയട്ടെ, ഖുർആൻ തന്നെ പറയട്ടെ, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. അല്ലാഹു പറയുന്നു, പ്രിയപ്പെട്ട ഹബീബേ, താങ്കളുടെ കൈ പിടിച്ചുകൊണ്ടാ മരച്ചുവട്ടിലിരുന്നുകൊണ്ട് ബൈഅത്ത് ചെയ്ത സത്യവിശ്വാസികളുണ്ടല്ലോ, ലഖദ് റളിയല്ലാഹു, അല്ലാഹു അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു നബിയേ, അല്ലാഹു അവരോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു നബിയേ. ചരിത്രത്തിന്റെ താളുകളിൽ ശജറത്തുർ റിദ്വാൻ എന്ന് പറയപ്പെട്ട അതേ അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കപ്പെട്ട മരമാ. ആ മരമിങ്ങനെ യഥാ അറേബ്യയുടെ നാട്ടിൽ നിൽക്കുകയാ. ഖുർആനിൽ പ്രതിപാദിപ്പിക്കപ്പെട്ട മരമാ. ആ മരമിങ്ങനെ വളർന്നു വരികയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലമൊക്കെ കഴിഞ്ഞ് മഹാനായ സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, മഹാനായ ഉമറിന്റെ കാലഘട്ടത്തിൽ ഉമറിന്റെ കാതുകളിലേക്ക് ഒരു വാർത്ത വന്നെത്തുകയാ. എന്തെന്നറിയുമോ, ആളുകളെല്ലാം ആ മരത്തിന്റെ ചുവട്ടിലേക്ക് പോവുകയാ. ഏത് മരമാ സഹോദരങ്ങളെ? വ്യക്തമായി തെളിവുള്ള മരമാ. അല്ലാഹുവിന്റെ ഖുർആൻ പരാമർശിച്ച മരമാ. ആ മരത്തിന്റെ തണലിൽ പോയിരിക്കുന്ന വിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ മരമാ. ഈ മരത്തിന്റെ ചുവട്ടിലേക്ക് തന്റെ നാട്ടിലുള്ള ജനങ്ങളൊക്കെ പോകുന്നു എന്നറിയുമ്പോൾ മഹാനായ ഉമറിന്റെ കാതുകളിലേക്ക് ആ വാർത്തകളെത്തുമ്പോൾ മഹാനായ ഉമർദാ പുറപ്പെടുകയാ. മഹാനായ ഉമർദാ പുറപ്പെടുകയാ. മഹാനായ ഉമർ കടന്നു ചെന്നിട്ട് ഖുർആനിൽ പറഞ്ഞ മരമുണ്ടല്ലോ, ബറക്കത്തുള്ള മരമെന്ന് അല്ലാഹു പറഞ്ഞ മരമുണ്ടല്ലോ, ആ മരത്തെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വെട്ടി കഷണങ്ങളാക്കി മാറ്റുകയാ. ആ മരത്തിന്റെ വേര് പോലും പിഴുതെടുക്കുകയാ. അവരങ്ങനെ ഒരു മരം പോലും നിന്നിട്ടില്ല എന്നവസ്ഥയിൽ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മരത്തെ ഇതാ നശിപ്പിച്ചു കളയുകയാ. മുൻഗാമികളുടെ മാർഗമിതാ, സഹാബത്തിന്റെ മാർഗമിതാ. എത്ര ബറക്കത്തുള്ള സ്ഥലമെന്ന് പറഞ്ഞാലും ആത്മീയ ചൂഷണത്തിലേക്ക് കടന്നു പോയോ, അതിനെ വെട്ടി നിരപ്പാക്കി കളയുക. ഉമർ റളിയല്ലാഹു അൻഹുവിന് ദീനറിയാത്തത് കൊണ്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താണ്?
വഹുവൽ ഫാറൂഖ്. ഉമർ സത്യാസത്യ വിവേചിയ. ഫറഖല്ലാഹു ബിലിസാനിഹി ബൈനൽ ഹഖ് വൽ ബാതിൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉമറിന്റെ നാവിലൂടെ, ഉമറിന്റെ ജീവിതത്തിലൂടെ സത്യത്തെയും അസത്യത്തെയും വിവേചിച്ച് കാണിച്ചു തരുന്നതാ. അങ്ങനെയുള്ള മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് കൈ ചൂണ്ടിക്കൊണ്ട് ഉമറും ഫിൽ ജന്ന, ഉമറേ നീ സ്വർഗ്ഗത്തിലാ എന്ന് ഹബീബായ മുത്ത് പഠിപ്പിച്ച ഉമറുണ്ടല്ലോ. ഏ സത്യവിശ്വാസികളെ, ഫഇന്നഹു മയ്യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറാ. എന്റെ സമുദായത്തിൽ നിന്നും അധികനാൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നതാ. ഇപ്രകാരം കണ്ടുകഴിഞ്ഞാൽ ഹബീബായ മുത്ത് പറയുകയാണ്, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്തെന്നറിയുമോ? ഫഅലൈകും ബിസുന്നതി, എന്റെ സുന്നത്തുകളെ നിങ്ങൾ മുറുകെ പിടിക്കുക. സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എനിക്ക് ശേഷമുള്ളതായ ഖുലഫായെ റാഷിദീങ്ങളുണ്ടല്ലോ, അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരുൾപ്പെടുന്നതായ ഖുലഫാഉർ റാഷിദീങ്ങളെ നിങ്ങൾ പിൻപറ്റുക. വെറുതെ പിൻപറ്റാനല്ല പറഞ്ഞത്. അദ്ദു അലൈഹാ ബിന്നവാജിദ്, അദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കുക എന്ന് മഹാനായ റസൂലുള്ള പഠിപ്പിച്ചപ്പോൾ, അങ്ങനെയുള്ള ഖുലഫാഉർ റാഷിദീങ്ങളിൽ പെട്ട മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ കാലത്തുണ്ടായിരുന്ന ശജറത്തുൽ റിദ്വാനിനെ പരിപൂർണമായും മുറിച്ചു കളയുകയാ. എന്നിട്ട് മഹാനായ ഉമറദാ ആ സമുദായത്തിന് നേരെ തിരിച്ചു നിന്നിട്ട് പറയുകയാണ്, ഇന്നഹു ഹലക മൻ കാന ഖബലകും ബിമിസ്ലി ഹാദാ, അതേ നിങ്ങൾക്ക് മുമ്പുള്ളതല്ല എല്ലാവരും നശിച്ചതിങ്ങനെ തന്നെയാ, മുൻകഴിഞ്ഞ സമുദായവും നശിച്ചതിങ്ങനെ തന്നെയാ. എന്നിട്ടതിന്റെ കാരണം പഠിപ്പിച്ചു തരികയാ. നാശത്തിൽ നിന്ന് രക്ഷപ്പെടണോ, ആത്മീയ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടണോ? മഹാനായ ഉമർ പറയുകയാണ്, മുൻകഴിഞ്ഞ സമുദായങ്ങൾ നശിച്ചുപോയ പ്രധാനമായ കാരണം ഫയത്തബിഊന ആസാര അംബിയാഹും ഫയത്തഖിദൂനഹാ ബിയഅ വഖനാഇസ വബിയാ. മഹാനായ ഉമർ പറയുകയാ, അതേ മുൻഗാമികളായ മനുഷ്യൻ മുഴുവനും നശിപ്പിച്ചത് ഇതുകൊണ്ടാണ്. എന്തുകൊണ്ടെന്നറിയുമോ? ഫയത്തബിഊന ആസാര അംബിയാഹും, അതേ പ്രവാചകന്മാരുടെ ആസാറുകൾക്ക് പിന്നാലെ പോവുകയാ, പ്രവാചകന്മാരുടെ തിരുശേഷിപ്പുകൾക്ക് പിന്നാലെ പോവുകയാ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊക്കിയെടുത്തോണ്ട് വന്നിട്ട് അതിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ട് ആരാധനാലയങ്ങൾ പണിയുകയാ, അത് വെച്ചിട്ട് മണിമന്ദിരങ്ങൾ പണിയുകയാ. ഇങ്ങനെ പണിയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മുൻപുള്ളവരും നശിച്ചു പോയതെന്ന് മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. ആ മരം ഖുർആനി പറഞ്ഞ മരം നമ്മൾ ശ്രദ്ധിച്ചേ. നമ്മുടെ നാട്ടിലെങ്ങാണ് അങ്ങനെ ഒരു മരം ഉണ്ടായിരുന്നെങ്കിൽ, വേണ്ട ആ മരത്തിന്റെ ഒരു ഇല കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ഒരാക്രാന്തം ചിന്തിച്ചൊക്കെ എന്തായിരിക്കും ആ മരം. അത്ര ബറക്കത്തുള്ള മരം, ഖുർആനി പറഞ്ഞ മരം ഉമർ റളിയല്ലാഹു അൻഹു മുറിച്ചു കളഞ്ഞു. ഈ പണി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു, ഈ പണി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായം നശിച്ചു ഇതുകൊണ്ട് തന്നെയാ, ഇതുകൊണ്ട് തന്നെയാ അവരൊക്കെ നശിച്ചു പോയത്. എന്താ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക, അഫ്ളലിന്റെ വാക്കല്ല. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉമർ ഒരു വഴി വന്നാ പിന്നെ ആ വഴി ശൈത്താൻ വരൂല്ല. എനിക്ക് തോന്നുന്നു ഈ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രങ്ങളൊക്കെ പറയുന്നു എന്നറിഞ്ഞുകൊണ്ടായിരിക്കും പലരും ഈ സ്റ്റേജിൽ വരൂല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. ചിലപ്പോ ഇതുകൊണ്ടൊക്കെ കൊണ്ടായിരിക്കും റസൂലുള്ള കാലങ്ങൾ മുമ്പേ പറഞ്ഞ ഉമർ വന്ന പിന്നെ ആ വഴി ശൈത്താൻ വരൂല. എന്തുകൊണ്ടാന്നറിയില്ല. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ള നശിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? യത്തബിഊന ആസാറ അംബിയാഅഹും മസാജിദ. എന്താണ് യത്തബിഊന ആസാറ അംബിയാ, അംബിയാക്കളുടെ ആസാറിനെയും പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു. എന്റെ വാക്കല്ലേ, കിതാബിലെ വാക്കുകളാ.
മുത്താലിബികളൊക്കെ ഉണ്ട്, ചരിത്രത്തിന്റെ കിതാബുകളൊക്കെ അറബി അറിയാത്തവര് ലൈബ്രറി ചെന്നെടുത്ത് നോക്കിച്ചാൽ മതി. യത്തബിഊന ആസാറ അംബിയാ, അമ്പിയാക്കളുടെ ആസാറിനെ പൊക്കി പിടിച്ചോണം. എന്നിട്ടോ ഇനി എന്റെ ലഫ്ള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് പറഞ്ഞ് അതിലൊന്നും ആരും പിടിച്ചു തൂകണ്ട. എന്തായാലും ഉമർ റളിയല്ലാഹു പറഞ്ഞു, നബിമാരുടെ പ്രവാചകന്മാരുടെ തിരിശേഷിപ്പുകൾ എന്ന് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പൊക്കിയെടുത്തോണ്ട് വരും. എന്നിട്ട് വലിയ മണിമന്ദിരങ്ങൾ പണിയും, വലിയ ആരാധനാലയങ്ങൾ പണിയും. ഇതുകൊണ്ട് തന്നെയാ മുൻകഴി സമുദായമൊക്കെ നശിച്ചു പോയത്. നമ്മുടെ നാശം ആ മാർഗത്തിൽ കൂടെ ആകണോ? സഹോദരങ്ങളെ ചിന്തിക്കും. ആത്മീയ ചൂഷണം നടക്കുന്ന മാർഗങ്ങൾ, വൃക്ഷങ്ങൾ വഴികാട്ടുക. നമുക്കൊക്കെ എല്ലാരും കാണിക്കുന്നല്ലോ, നമുക്കും ഒന്ന് കാണിക്കാമല്ലോ. എല്ലാരും കാണിക്കുമ്പോ നമുക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണ്ടേ അല്ലെ? പൊട്ടൽ പുത്തൂറോ അവിടെ കാട്ടാൻ തോന്നുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്താണ് മരത്തിൽ തൊട്ടിയെട്ടുക. എന്ത് ഏർപ്പാടാ! കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ മരത്തിൽ തൊട്ടിയെട്ടുക. നേർച്ചകളുടെ പോക്ക് നോക്കണേ. കൊല്ലം ചോരകപ്പുറത്ത് നേർച്ച ഇന്നാ ഞാനതറിയുന്നേ. പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുക. നേർച്ചകൾ ഇബാദത്ത്. ഒരു ജീവിക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നാണെങ്കിൽ ഓക്കെ, വിശന്ന് കിടക്കുമ്പോ ഒരു ജീവിക്ക് ഭക്ഷണം കൊടുത്താ ഓക്കെ. അതിലുമൊക്കെ അപ്പുറം ആരാധനകളിലേക്കായി പോയില്ലേ? അള്ളാഹുവിനെ പിന്നെ ഒരു ഓർമ്മയില്ല, പടച്ചോനെ പറ്റി ഒരു ചിന്തയില്ല. ഇങ്ങനെ ഇതിന്റെയൊക്കെ പിന്നാലെ ഓടിയേക്കുക. പടച്ചമ്പരാൻ കാത്ത് രക്ഷിക്കട്ടെ. ഇങ്ങനെ ഈ അടുത്ത സമയത്ത് നിലമ്പൂര് പോയപ്പോൾ അവിടെ വഴിക്കടവിനടുത്തൊരു ഭാഗത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോ അവര് പറഞ്ഞു, ഉസ്താദെ ഇവിടെ തൊട്ടടുത്തൊരു വീട്ടിലൊരു മീനുണ്ട്. ഒരു ഭാഗത്ത് അള്ളാഹു എന്നും ഒരു ഭാഗത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതിയ ഒരു മീൻ. അവരാ മീനെ ആർക്കും കൊടുത്തിട്ടില്ല. പലരും വന്നിട്ട് വില പേശി നോക്കി. 50 ലക്ഷം വരെ കൊടുക്കാതെ പറഞ്ഞു. അവര് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, ഭാഗ്യം, അവരതങ്ങാടം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് 100 കണക്കിന് വിശ്വാസികൾ മീൻവെള്ളം കുടിക്കേണ്ടി വന്നേനെ അല്ലേ? ഇതല്ലേ ഉള്ളൂ ഇപ്പൊ പണി. നമ്മൾ ചിന്തിച്ചു നോക്കി. ഇതാണ് സഹോദരങ്ങളെ ബറക്കത്ത് എന്ന് പറഞ്ഞിട്ട് എന്തേലുമൊക്കെ കാണിക്കുക. ഔലിയാക്കള് അവര് മരിച്ച മക്ബറകൾ, ഇപ്പൊ മക്ബറ കിട്ടാത്തോണ്ട് മക്അദകളെ പിടിച്ചേക്കുക. ആ സൈഡിലൊന്ന് പോയാൽ അവിടെ അങ്ങ് കെട്ടിപ്പൊക്കിയേക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഔലിയാക്കൾക്ക് ബറക്കത്തുണ്ട്. അത് ആത്മീയ ചൂഷണത്തിന്റെ പിന്നാലെ പോകുമ്പോഴാണ് നമ്മൾ അവിടെ ശബ്ദമുയർത്തേണ്ടുന്നത്. അതുകൊണ്ടാ അള്ളാഹുവിന്റെ റസൂൽ അത് തന്നെയാ പഠിപ്പിച്ചത്. മഹാനായ അലിയാര് തങ്ങളെ വിളിച്ചിട്ട് റസൂലുള്ള പറഞ്ഞ, അലിയെ ഇവിടെ ഏതൊക്കെ കബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ എല്ലാം ഇടിച്ചു നിർത്തിയേക്കാൻ പറഞ്ഞു. ഹദീസാണേ, സ്വഹീഹായ ഹദീസാ. കാരണം എന്താ? അവിടെ ചൂഷണങ്ങൾ നടക്കുക. അബൂലഹബും അബൂജഹലും ഒക്കെ ജീവിച്ച എങ്ങനാ? അള്ളാഹുവിന്റെ റസൂല് മക്കയിലേക്ക് കടന്നു വന്ന് ആദ്യമായി ഇസ്ലാമിന്റെ സത്യപ്രബോധനം നടത്തിയപ്പോൾ ആദ്യം ശബ്ദമുയർത്തിയതാരാ? അബൂലഹബ. എടാ മുഹമ്മദേ, നീ നശിച്ചു പോകട്ടെ, ഇത് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചു ചേർത്തത്? അബൂലഹബിന് സഹിച്ചില്ല. ആരാ അബൂലഹബ്? റസൂലുള്ളാഹിയും അബൂലഹബും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നെന്നറിയോ? അന്ന് വരേക്കും അള്ളാന്റെ റസൂലിന്റെ 2 പെമ്മക്കളെ കല്യാണം കഴിച്ചു നോക്കുന്ന അബൂലഹബിന്റെ വീട്ടിലേക്കാ. അള്ളാന്റെ റസൂലിന്റെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചേക്കുന്നത് അബൂലഹബിന്റെ മക്കളാ. അത്ര ബന്ധമായിരുന്നു അവര് തമ്മില്. ആ അബൂലഹബിന് പെട്ടെന്ന് അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞപ്പോ സഹിച്ചില്ല. കാരണം അബൂലഹബിന് അറിയാം, മുഹമ്മദ് ഈ പറയുന്നതെങ്ങാണം ഈ ജനങ്ങൾ വിശ്വസിച്ച പിന്നെ തന്റെ കഞ്ഞുകുടി മുട്ടും. എല്ലാവരുടെയും പേടിപ്പാതാണല്ലോ. ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ കഞ്ഞുകുടി മുട്ടും. മുഹമ്മദ് വന്നതൊക്കെ പറഞ്ഞ പ്രശ്നം. കാരണം പക്കാത്മീയ ചൂഷണം. കഅബാലയം, അള്ളാഹുവിന്റെ ഭവനം, പള്ളി കേന്ദ്രീകരിച്ചിട്ട് ആരുടെയൊക്കെയാ 360 വിഗ്രഹങ്ങൾ. ആരുടെയൊക്കെ വിഗ്രഹം? ഇബ്രാഹിം നബിയുടെ വിഗ്രഹം, ഇസ്മായിൽ നബിയുടെ വിഗ്രഹം, മറിയം അലൈഹിസ്സലാമിന്റെ വിഗ്രഹം. ഇതൊക്കെ വെച്ചിട്ട് ആത്മീയ ചൂഷണം നടത്തിയേ. അതുകൊണ്ടാ അബൂലഹബ് പൊട്ടെന്നങ്ങോട്ട് പൊട്ടിത്തെറിച്ചത്. അത് തന്നെയാ ഇന്നും നടക്കുന്നത്. നെഹ്സ് തെറ്റാന്ന് പറയുമ്പോ ഇരിക്കാൻ പറ്റൂല, ചാടി എണ്ണീറ്റ് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. പിന്നെ നമ്മൾ അതിന് മറുപടി പറയണോ? 1.5 മണിക്കൂർ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാക്കാതെ എണ്ണീറ്റ് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാനതിന് മറുപടി പറയുന്നത് എന്തിനാ? ഖുർആൻ പഠിപ്പിച്ചത് വിവരമില്ലാത്തവരെന്തെങ്കിലും പറഞ്ഞാ സലാം പറഞ്ഞൊക്കെ പോയേക്കണോന്നാ. ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ പേടിച്ചിറങ്ങിപ്പോയി. ചിലരുമാര് പറയുന്നപ്പോ ഇറക്കി വിട്ടെന്നാ പറയുന്നേ. അത് സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടതാ പറഞ്ഞ. ഞാൻ ഈ സ്റ്റേജ് അതിനുവേണ്ടി ഉപയോഗപ്പെടുക. കാരണം ഈ സംഘാടകർ എന്നെ വിളിച്ചവരെ എന്നെ ഒരുപാട് ചീത്തവിളി അവര് കേട്ടു. ഇനി ഇതും കൂടെ പറഞ്ഞിട്ട് എന്തിനാ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ തിരിച്ചറിയണം.
നമ്മൾ തിരിച്ചറിയണം. അറിയോ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ, റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഹബീബായ റസൂലും സ്വഹാബാക്കളും നടന്നു പോവുകയാ. പെട്ടെന്നൊരു മരത്തിനടുത്തെത്തി സ്വഹാബാക്കൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, ഈ മരം ഞങ്ങൾക്കൊരു ബറക്കത്തുള്ള മരമാക്കി തരുമോ? ചിന്തിക്കണേ, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഹബീബായ റസൂല്, അള്ളാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും ജീവിതം പഠിക്കുന്ന ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ സമുദായത്തെ പഠിപ്പിക്കാൻ സ്വഹാബാക്കളെ കൊണ്ട് പല ചോദ്യങ്ങളും പല പ്രവൃത്തികളും പടച്ച തമ്പുരാൻ ചെയ്യിപ്പിക്കും. നമുക്കൊക്കെ വഴികാട്ടാൻ വേണ്ടി ആയിരിക്കും അന്ന് അവരത് ചോദിച്ചത്. ഈ മരത്തെ ഞങ്ങൾക്കൊന്ന് ബറക്കത്തുള്ള മരമാക്കി തരുമോ? അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചത്, എന്ത് ചോദ്യം നിങ്ങൾ ചോദിക്കുന്നേ? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, നമ്മുടെ ശത്രുക്കൾ യഹൂദി നസാറാക്കൾ, അവർക്കൊരു മരമുണ്ട്. അവരാ മരത്തിലാണ് അവരുടെ വാളുകളെല്ലാം തൂക്കിയിടുന്നത്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അവര് ദുആ ചെയ്യാ യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്കും ഒരു ബറക്കത്തുള്ള മരം വേണ്ടേ? ബറക്കത്ത് എന്ന് പറഞ്ഞ് വീണേക്കുക, ഖബറിലൊക്കെ പോയി അങ്ങോട്ട് സുജൂദ് ചെയ്തേക്കുക അല്ലേ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, സ്വഹാബ, ഇതെന്ത് ചോദ്യമാ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബനൂ ഇസ്രായേൽ ചോദിച്ചതുപോലെ, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസാ, യഹൂദികൾക്ക്, അത് പിന്നെ ഖിബ്തികൾക്ക് ആരാധിക്കാൻ ഒരുപാട് ദൈവങ്ങളുണ്ട്, ഞങ്ങൾക്കൊരു ഒറ്റ അല്ലാഹുള്ളൂ, ഒരു 5-6 കൂടെ ഒന്ന് സെറ്റപ്പ് ആക്കി തരുമോ മൂസാ എന്ന് മൂസാ നബിയോട് ബനൂ ഇസ്രായേൽ ചോദിച്ചതുപോലുള്ള ചോദ്യമാണോ? മരത്തിൽ കയറ് കെട്ടാൻ പോകുമ്പോ ഓർക്കണേ സഹോദരങ്ങളെ, കൊല്ലം ജില്ലയിൽ അവിടെ പുതിയകാവ് ക്ഷേത്രമുണ്ട്, റെയിൽവേ സ്റ്റേഷൻ അടുത്ത്. അവിടെയും ഈ മരത്തിൽ ചരട് കെട്ടലുണ്ട്. അവിടുന്ന് കിട്ടിയതായിരിക്കും ഈ ചരട് കെട്ടൽ അല്ലെ? വടിയ ആരാധിക്കുക, മണ്ണ് വാരിത്തില്ല, മീൻ വെള്ളം കുടിക്കുക, എന്തൊക്കെ പണികളാ അല്ലെ? കാസർഗോഡ് ചെന്നപ്പോ ഒരു മക്ബറയിലെ നേർച്ച വെറ്റ. ആർക്കായി വെറ്റ? ചിന്തിക്കണേ, വെറ്റ കൊണ്ടു കൊടുക്കുക. ഒന്നും നേർച്ചകളൊക്കെ പടച്ചവന് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹ്ക്ക് വേണ്ടിയാ നേർച്ച ചെയ്യുന്നെങ്കിൽ ഈ മക്ബറകൾ അനുസരിച്ച് മാറുന്നത് എന്തിനാ?